ഓം നമ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീമാതംഗ്യേ നമ. ഓം ശ്രീ ശ്യാമളായേ നമ. 19ാമത്തെ ദണ്ഡകമാണ്. കിം ന സിദ്ധ്യേത് വപു ശ്യാമളം കോമളം ചന്ദ്രചൂഡാന്വിതം താവകം ധ്യായതഃ തസ്യ ലീലാ സരോവാരിധിഃ തസ്യ കേളീവനം നന്ദനം തസ്യ ഭദ്രാസനം ഭൂതലം തസ്യ ഗീർദേവതാ കിങ്കരി തസ്യജ ആജ്ഞാകരി ശ്രീ സ്വയം. ഇത്രയുമാണ് ഇതിന്റെ അർത്ഥം. കിം ന സിദ്ധ്യേത്, യാതൊന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ലഭിക്കുന്നു. എന്ത്? വപു ശ്യാമളം കോമളം ചന്ദ്രചൂഡാന്വിതം താവകം ധ്യായത. ആരാണോ ചന്ദ്രക്കല ചൂടിയിരിക്കുന്ന ശ്യാമള നിറത്തോടുകൂടിയ മനോഹരമായ രൂപത്തിൽ അമ്മയെ ധ്യാനിക്കുന്നത്. അപ്പം ചന്ദ്രക്കല ചൂടി ശ്യാമള നിറത്തോട് മനോഹരമായ രൂപത്തിൽ അമ്മയുടെ ശരീരത്തെ ആരാണോ ശരീരത്തെ ആരാണോ ധ്യാനിക്കുന്നത് അവർക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും കിട്ടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. തസ്യ ലീലാ സരോവാരിധി, സമുദ്രത്തിന്റെ അഗാധതയും പരപ്പും അവനെ ഭയപ്പെടുത്തില്ല. കളിപ്പൊയ്ക പോലെ അവന് തോന്നും എന്ന് പറഞ്ഞാൽ വരണഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. ഇവിടെ നമ്മുടെ ജീവിതവും ഒരു വലിയ സമുദ്രം പോലെയാണല്ലോ. അപ്പം ജീവിതത്തിലൊരു ഭയമില്ലാതെ കണ്ട് മുന്നേറാനുള്ളതായ അനുഗ്രഹം ദേവിൽ നിന്നുണ്ടാകുന്നു എന്ന് സാരം. തസ്യ കേളീവനം നന്ദനം, ദേവന്മാരുടെ നന്ദനവനം അവന്റെ കളിത്തോപ്പായി മാറുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഐശ്വര്യം ഉണ്ടാകുന്നു എന്ന് സാരം. തസ്യ ഭദ്രാസനം ഭൂതലം, ഭൂതലത്തിൽ അവൻ സിംഹാസനസ്ഥനാകുന്നു. രാജകീയ ഐശ്വര്യങ്ങളെല്ലാം അവന് ഉണ്ടാകുന്നു. തസ്യ ഗീർദേവത കിങ്കരി, സരസ്വതി ദേവി ദാസിയായിട്ട് ഭവിക്കുന്നു. തസ്യജ ആജ്ഞാകരി ശ്രീ സ്വയം, മഹാലക്ഷ്മി സ്വയം അവന്റെ ആജ്ഞാനുവർത്തിയാകുന്നു. ഇത്രയുമാണ് ഇതിന്റെ അർത്ഥം. കിം ന സിദ്ധ്യേദ്വപു ശ്യാമളം കോമളം ചന്ദ്രചൂഡാന്വിതം താവകം ധ്യായതഃ തസ്യ ലീലാസരോവാരിധിഃ തസ്യ കേളീവനം നന്ദനം തസ്യ ഭദ്രാസനം ഭൂതലം തസ്യ ഗീർദേവതാ കിങ്കരി തസ്യ ജാജ്ഞാകരി ശ്രീ സ്വയം. ഹരി ഓം.